പുലിക്കൊന്നല്ലേ അറിയൂ. അല്ലാതെ വേണ്ട. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഓക്കെ, അല്ലെങ്കിൽ ഫുഡ് പോയിസൺ. എവിടെയും കഴിവൊന്നും വേണ്ട, ഈസി പീസി. Give me the recipe of Arabian pudding. Baked coil recipe, village style cooking. കാടക്കോഴി വറക്കാൻ പറഞ്ഞതാണ് എനിക്ക്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറ് കഴിച്ചിട്ട് അറബികൾ എന്താ കഴിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അതിന് അറബികൾ ചോറ് കഴിക്കൂ? മന്തി. എന്നാ മന്തി കഴിച്ചിട്ട് എന്താ തിന്നുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അവരെന്തെങ്കിലും കഴിയട്ടെ. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ പുഡിംഗ്. ഇതിന്റെ റെസിപ്പി അന്വേഷിച്ച് ഞാൻ എത്തിയത് ഒരു അറബി പുലിയുടെ മടയിലാണ്. പുലിക്കൊന്നല്ലേ അറിയൂ. അല്ലാതെ വേണ്ട. എനിക്ക് ഒരുത്തന്നെ സഹായം വേണ്ട. ഹേ സിരി, ഹേ സിരി, ഹേ സിരി, സിരി, സിരി. കുഴപ്പമില്ല, അത് മറ്റേ സിരിക്ക് വോയിസ് കേട്ടാ മനസ്സിലാവില്ല. സ്വിച്ച് ഒക്കെ വരും. വന്നു. Give me the recipe of Arabian pudding. Baked coil recipe, village style cooking. കാടക്കോഴി വറക്കാൻ പറഞ്ഞതാണ് എനിക്ക്. ഓക്കെ, യൂട്യൂബ് നോക്കി ഉണ്ടാക്കാം. അറേബ്യൻ പുഡിംഗ് അഥവാ ബ്രെഡ് പുഡിംഗിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്നറിയോ? ബ്രെഡ്. അതിനുവേണ്ടി ഇന്ന് രാത്രി ഡേറ്റ് കഴിയാൻ പോകുന്ന പകുതി പാക്കറ്റ് ബ്രെഡ്, പകുതി ഞാൻ തിന്നു, പകുതി പാക്കറ്റ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടത്തിലും ഒരു അവഗണിക്കപ്പെട്ടവനുണ്ടാവും. അതേപോലെ അവഗണിക്കപ്പെട്ട ഇവൻ ആരെങ്കിലും തിന്നാറുണ്ടോ? സുഖാന വേണ്ട. ഒരുമിച്ച് കട്ട് ചെയ്യാൻ സ്കില്ല് വേണം. എനിക്കില്ല, പക്ഷെ ഞാൻ വെച്ച് നോക്കില്ല. ഇതൊക്കെ നമുക്ക് സിമ്പിൾ. ഈ ബ്രെഡിന്റെ ഈ സൈഡിലുള്ള ക്രംസ് എവിടെയും കഴിവൊന്നും വേണ്ട, ഈസി പീസി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സൈഡിലെ സാധനം വെച്ചിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുത്ത റെസിപ്പിക്ക് ഈ ബ്രെഡ് വെച്ച് ക്രംസ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് രാത്രി ഇതിന്റെ ഡേറ്റ് കഴിയും. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഓക്കെ, അല്ലെങ്കിൽ ഫുഡ് പോയിസൺ. ഇതാണ് നമ്മുടെ ചാനലിലേക്ക് വേണ്ടി മേടിച്ച സിംഗിൾ അല്ല ഒറ്റ അടുപ്പുള്ള എന്താ പറയുക, ഒന്നുമില്ല, മറ്റേ സ്റ്റൗ. ഇതാണ് കുറ്റി. ശരിക്കും നമ്മളിങ്ങനെ ഇത് വെക്കുന്നതിനാണ് എല്ലാവരും. ഇത് വെച്ചാൽ എങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ എപ്പോഴും അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. കാരണം ഇത് നമ്മുടെ കയ്യിലല്ലല്ലോ, ഫുഡാണ്. ചിലപ്പോൾ പാൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇതിനകത്തൊക്കെയുള്ള പാത്രം അവിടെ ഈ എനിക്ക് മറി കുറച്ച് കൂടുതലുണ്ടല്ലേ. സ്മോക്ക്ഡ് ബ്രെഡ് ചൂടുണ്ടാവും. നൈസ്. കുറച്ച് കുഴപ്പം, പിന്നെ പെട്ടെന്ന് ആവും. ഈ നോൺ സ്റ്റിക് പാത്രമാണ് ഞാൻ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. പാലെടുത്തില്ല. 1/2 ലിറ്റർ പാൽ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോകുന്നു. എന്താ രസം. അങ്ങനെ അവസാനത്തെ തുള്ളി പാല് വരെ ഞാൻ ഊറ്റി ഊറ്റി ഊറ്റി. ഇനി ഒരു പാലില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കിയ കസ്റ്റർഡ് പൗഡർ. അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ പൊടിയാണ് ഇതിടാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി നമ്മുടെ റെസിപ്പിയാണ്, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം തട്ടാം. ഈസി. കുക്കിങ്ങിൽ റൂൾ നമ്പർ 1, എന്തുണ്ടാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അവസാനം നമ്മൾ ഉണ്ടാക്കിയ സാധനം തിന്നുമ്പോൾ നമുക്ക് സുഖം കിട്ടും. ആ സുഖത്തിന് വേണ്ടി ഉണ്ടാക്കുക. വെറുതെ ഇരിക്കല്ലേ, സമയം പോട്ടെ. നമുക്കിത് കളക്കാം. അല്ല, പഞ്ചസാര പൊടിക്കണ്ടേ? പഞ്ചസാര പൊടിച്ച് ആടിയാണ് ഇതിനകത്ത്. അപ്പൊ നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് പഞ്ചസാര പൊടിക്കാൻ പോവാം. 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ നമ്മുടെ പുഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ആ സ്വിച്ച് തന്നെ. പഞ്ചസാര നമ്മൾ പൊടി പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കിയത്. അപ്പൊ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ക്യാരമലും പോട്ടെ, കസ്റ്റർഡ് പൗഡർ കലങ്ങിയിട്ടില്ല, അത് നമ്മുടെ വിഷയമല്ല. നമുക്ക് കളർ കിട്ടി, അതാണ് മെയിൻ. നമുക്ക് ഈ കൺസിസ്റ്റൻസി മതി. അപ്പൊ ഗ്യാസ് ഓഫ് ആക്കുക. വീണ്ടും 1/4 കപ്പ് പഞ്ചസാര ജാറിലേക്ക്. ഇത് നമ്മുടെ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർന്ന സാധനത്തിലേക്ക് പോകാനുള്ള പഞ്ചസാരയാണ്. അത് പഞ്ചസാര ഉണ്ട്, പക്ഷെ എന്നാലും പഞ്ചസാര ഈസ് അവർ വീക്ക്നെസ്.
അത് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങോട്ട് നോക്കും. പഞ്ചസാര, ഫ്രഷ് ക്രീം, മിൽക്കി മിസ്റ്റിന്റെ ഫ്രഷ് ക്രീം 250 ml. ഡിങ് 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 ഡിങ്. ഇനി നമുക്ക് വേണ്ടത് അമുലിന്റെ മിഠായി മേറ്റ്. We are using our wire whisk. ചിങ്കിടി വേണ്ട. നമ്മളുടെ ബോറോസിലിന്റെ ചില്ല് പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് കസ്റ്റർഡ് പൗഡറും പാലും ചേർത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബ്രെഡ് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് സൈഡ് കട്ട് ചെയ്ത് ബ്രെഡ് വെച്ചു കൊടുക്കാം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഞാൻ ഇതിന്റെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക, ഞാനത് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോയുടെ ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് ചീവീടിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു. മൈക്ക് ഇല്ലാത്തതാണ്, എല്ലാവരും സഹകരിക്കുക. ഞാനിവിടെ 2 ലെയർ ബ്രെഡാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 2 മിക്സും സൈമിൾട്ടേനിയസ്ലി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വീട്ടിൽ അറേബ്യൻ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഞാനിവിടെ 2 പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം അടച്ച് ഫ്രിഡ്ജിൽ കയറ്റാം. സെറ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഒരു 15 to 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പുഡിംഗ് റെഡിയാവും. അത് കഴിഞ്ഞ് ഇത് കഴിക്കാം. ഫ്രിഡ്ജിൽ കയറ്റാം. അങ്ങനെ നമ്മൾ വിജയകരമായി ഫ്രിഡ്ജിനുള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് നട്ട്സ് കട്ട് ചെയ്തെടുക്കാം. വളരെ ഫൈൻ ആയിട്ടാണ് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. എന്റെ കയ്യിൽ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. അങ്ങനെ 20 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ നട്ട്സ് മുകളിൽ കൂടിയിട്ട് കഴിച്ചു നോക്കാം. ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ടായിരുന്നു. വായിൽ വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു കിടിലൻ പുഡിംഗ് ആയിരുന്നു അത്. എനിക്കിത് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. നല്ല മധുരമുള്ള ഒരു പെർഫെക്റ്റ് ഡെസേർട്ടാണിത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡെസേർട്ട് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി വീട്ടുകാരെ ഞെട്ടിക്കി. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കത് സെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.